ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം നേരത്തെ വന്നാ എത്തി. ഇതെന്താണത് കഴിഞ്ഞില്ല ഇപ്പൊ ഇത്? ഇതിപ്പോ തീരും. ഞാൻ പൊക്കത്തോട്ട് ഓക്കെ. ഹലോ എടാ അവിടെ 4 പേര് മതി. ഇവിടെ പണി തുടങ്ങി. ആ ജോണിങ് പോരട്ടെ കേട്ടാ, അത് ഞാൻ നോക്കിക്കോളാം. അവനിങ്ങോട്ട് വിട്ടേര്. ഓക്കെ. എടാ ഇതെങ്ങ വന്നേ. എടാ ആ ജോപ്പൻ എന്താടാ, അവനിവിടെ 8 മണിക്ക് തന്നെ പണിക്ക് വന്നാൽ എന്താ കുഴപ്പം? 8:30 9 മണിയാതെ അവനിവിടെ പണിക്ക് വരില്ല. ഞാനിപ്പോൾ പുറത്തു പോവുക. അവൻ വന്നു കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് പണിക്ക് കയറിയാൽ മതി എന്ന് പറയണം. മനസ്സിലായേ? ശരി സാറേ. ഡാ നീങ്ങ വന്നേ. എന്താ സാറേ? സാറേന്ന് വിളിച്ചതേ ആത്മാർത്ഥത്തോടുകൂടി തന്നെയാണ്. എന്ത് വർത്തമാനം സാറേ പറയണത്? അതെ സാറേ. അല്ല ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാറേ. മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തപ്പോ ഇപ്പൊ നല്ല ഉഷാറാണ്. ഈ പറഞ്ഞ ഉഷാറേ ഇവിടത്തെ പണിയിലൊക്കെ കാണിക്കണോട്ടാ. അതെന്നെ കൊന്നാലും ഞാൻ കാണിച്ചിരിക്കും സാറേ. ഹലോ ഞാനങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. അല്ല നിങ്ങളുടെ റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നോണ്ടാണ് ഞാൻ അവരെ വിളിച്ചത്. അതേന്ന് അല്ലെങ്കിൽ ഇവിടെ പണി നടക്കില്ലെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കാത്തത്? ഇപ്പം എങ്ങനെയുണ്ടാ? എല്ലാം ഓക്കെ സാറേ. സാറേ നന്ദി ഉണ്ട് കേട്ടാ. ഹോസ്പിറ്റലിലേക്ക് ക്ലീറ്റർ സാറിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് വിട്ടേനെ, അതെനിക്ക് വലിയ സഹായമായി. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ ആന്റണി. ആന്റണി സാറേ അതെ അതൊക്കെ ഉണ്ടാ. ഇന്ന് വൈകിട്ട് സിമെന്റ് എത്തും. ആ ടെൻഷൻ മാറി. എന്നാ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ സാറേ. നീ ചെല്ല. അതെ സാറേ. പിന്നെ അതെ അപ്പൊ സാറേ ഞാൻ ജോപ്പിനോണ്ടേ വരുമ്പോ പറഞ്ഞേക്കട്ടാ. ഇനി നീ പറയണ്ട. ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ല, ഞാൻ പുറത്തേക്കൊന്നും പോണില്ല. അവൻ താഴ്ത്തു വരുമ്പോ ഞാൻ അവനെ കണ്ട് പറഞ്ഞോളാം. നീ ഇപ്പൊ നിന്റെ പണി സാറേ. എന്തു പറ്റി? അതെ ആ മെയ്സൺ ജോപ്പൻ ഉണ്ടല്ലോ, അവൻ സ്ഥിരമായിട്ട് വൈകിയാണ് വരുന്നത്. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23 അപ്പൊ ഞാൻ അവനെ കാണുന്ന കാര്യമൊന്നും ഇവനോട് പറഞ്ഞിരുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. ശരി എന്നാ. ഓക്കെ. അതിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മതി. ശരി ഓക്കെ. ചേട്ടാ എന്തെങ്ങനെ ഒറ്റയ്ക്ക് ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ പള്ളിയിൽ വന്നതല്ലേ. അതെ. എന്നെ ചേട്ടന് മനസ്സിലായോ? ഇല്ല, അതാ ഞാനും ആലോചിക്കുന്നത്. ഞാൻ 10-25 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. ഇപ്പം 3-4 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെയുണ്ട്. പേര് റോയി. എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് പിടുത്തം കിട്ടണില്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണോ വീട്? അപ്പൻ്റെ പേരെന്താ? വീട്ടുപേരോ അപ്പൻ്റെ പേരോ പറഞ്ഞാൽ പിടുത്തം കിട്ടാൻ സാധ്യതയില്ല.
ഞാനിവിടെ പള്ളി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ അന്നിവിടെ 1-2 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. 30-35 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയണത്. ഇപ്പം ഞാൻ 5-8 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ക്ഷമിക്കണം, എനിക്ക് അങ്ങോട്ട് എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ചേട്ടനെ മറക്കാൻ കഴിയില്ല. ഈ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ചേട്ടനെ പറ്റി. പക്ഷേ പേരെനിക്കറിയില്ലായിരുന്നു. ജോർജ്. മിക്കപ്പോഴും ഞാനൊന്ന് സ്കൂളിലേക്കൊക്കെ വന്നിരുന്നത് താമസിച്ചായിരുന്നു. അന്ന് എത്രയോ തവണ ചേട്ടൻ്റെ സൈക്കിളിൽ എന്നെ ഇരുത്തി സ്കൂളിൽ എത്തിച്ചിരിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പലതവണ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ചേട്ടൻ്റെ സൈക്കിളിൽ കയറി പോന്നിട്ടുണ്ട്. ആ ജനതാ സ്റ്റോപ്പിനടുത്ത് ഇറങ്ങിയിരുന്ന അതെ, അത് തന്നെ. ഇപ്പൊ ഞാൻ ഓർക്കുന്നു. വർഷം എത്ര കഴിഞ്ഞു. മോനതൊക്കെ ഓർത്തിരിക്കുന്നത് തന്നെ വലിയ കാര്യം. അല്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ച് പണിക്കാരെയൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ പരിപാടിയായിട്ട് നീങ്ങുന്നു. ഓ, വാ ചേട്ടാ, നമുക്കൊരു ചായ കഴിച്ചാലോ? ആയിക്കോട്ടെ. ഇത്രയും കാലം കൂടി മോനെ കാണുകയല്ലേ. വാ. ദേട്ടാ, ഓ, കഴിക്കേ. ആ. കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒന്നും വേണ്ട. ചായ കൂടി. ഓ, ഞാൻ ചേട്ടനെ അവിടെ കാണുമ്പോൾ ചേട്ടൻ കാര്യമായിട്ടെന്തോ ആലോചിക്കായിരുന്നല്ലോ. ഏയ്, അതൊന്നുമില്ല. ചെറുപ്പത്തിൽ ഞാൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ ചേട്ടൻ വളരെ സന്തോഷത്തിൽ ചിരിപ്പിക്കുന്ന ഒരാളായിരുന്നു. അത് വേണ്ട, പൈസ ഞാൻ കൊടുത്തു. ഓ, പോവാൻ ചേട്ടാ. ഞാൻ അങ്ങനെ ചോദിച്ചത് ചേട്ടന് ബുദ്ധിമുട്ടായോ? ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാ റോയി. ചിരികൾ മാറി മറിഞ്ഞ് കലഹങ്ങളും വിഷമങ്ങളും കയറി വരുന്നത് പെട്ടെന്നായിരിക്കും. എൻ്റെ എലിസബത്ത് എന്നെ വിട്ടു പോയതിന് ശേഷം എൻ്റെ ജീവിതം മകനും മരുമകൾക്കും പേരക്കിടാവിനും വേണ്ടിയായിരുന്നു. അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ എനിക്ക് മനപ്പാടായിരുന്നു. മകന് സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ലോൺ എടുക്കാൻ സ്ഥലവും വീടും ഒക്കെ പണയം വെക്കേണ്ടതായിട്ട് വന്നു. എന്തിനും ഏതിനും സൈൻ ചെയ്യാനും മറ്റുമൊക്കെ ഞാൻ പോകേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ എല്ലാം ഞാൻ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അല്ല,
എന്നായാലും അത് വേണമല്ലോ. എൻ്റെ കാലശേഷം എനിക്കുള്ളതെല്ലാം അവർക്കാണല്ലോ. എനിക്കറിയില്ല റോയി, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും തുടങ്ങി. പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള കാര്യം എൻ്റെ കുടുംബത്തിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല റോയി. ഞാനൊന്നും അല്ലാത്തവനെ എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായി. എനിക്ക് സഹിക്കാവുന്നതിൽ കൂടുതലാവുമ്പോൾ ഞാൻ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്കിരിക്കും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രഭാഷകൻ 3-ാം അധ്യായം 16-ാം വാക്യം. ഇതിന് അല്ല, എന്താ മകൻ്റെ പേര്? ആന്റണി. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അതുകൊണ്ടൊന്നും കാര്യമില്ല മോനെ, അതുടനെ ജപ്തിയാവും. ലോൺ തുക അടയ്ക്കാതിരുന്നത് കൊണ്ട് പലിശയും പലിശയുടെ പലിശയൊക്കെ ചേർന്ന് അതിപ്പോ ആ ഘട്ടത്തിലാണ്. എല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന തുക കൊണ്ട് അവരൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് മാറുന്നു. അല്ല, അപ്പൊ ചേട്ടൻ എന്നെ ഒരു വൃദ്ധസദനത്തിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് പാവമാണല്ലോ എന്ന് കരുതിയ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. ചേട്ടൻ പ്രാർത്ഥിക്കും. മോനെന്താ ജോലി? ഒന്നേ ഉള്ളൂ എന്ന് കരുതി ലാളിച്ചു വളർത്തിയതിൻ്റെ എല്ലാ ദോഷങ്ങളോടും കൂടി വളർന്നതുകൊണ്ട് പഠിത്തത്തിലും ഒരു കൈത്തൊഴിൽ പഠിക്കുന്നതിലെല്ലാം എൻ്റെ മോൻ വലിയ പരാജയമായിരുന്നു. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. പ്രഭാഷകൻ 30-ാം അധ്യായം 9-ാം വാക്യം. അവൻ ചെയ്യാത്ത ബിസിനസ്സുകളില്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ ഹെൽപ്പറായിട്ട് പോവുക. അല്ല, പേരെന്താന്ന് പറഞ്ഞ മോൻ്റെ? ആന്റണിന്ന്. ഒരു 2 ആഴ്ച മുമ്പ് പുള്ളിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അതെ. സിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടാണോ അന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്? അത് എനിക്കറിഞ്ഞുകൂടാ. ആക്സിഡന്റിനെ പറ്റി അവര് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇതാണ് ആള്. അതെ. അല്ല, അപ്പോ എൻ്റെ മോൻ റോയിയുടെ? അതെ, എൻ്റെ സൈഡിലാണ് പണിയെടുക്കുന്നത്. അയ്യോ മോനെ, ഞാൻ മോനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അവരോട് പറയല്ലേ. പിന്നെ അതിനായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ. അല്ല, അല്ലേ തന്നെ ഞാൻ ആളായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണത് എൻ്റെ സൂപ്പർവൈസർ ക്ലീറ്റസ് ആണ്. എല്ലാം ശരിയാവും ചേട്ടാ, സമാധാനമായിട്ട് പോ. അല്ല, ഞാൻ എവിടെയെങ്കിലും ആക്കണോ? ഓ, അതൊന്നും വേണ്ട മോനെ, ഇവിടെ അടുത്താ ഞാൻ താമസിക്കുന്നത്. മോൻ ചെല്ലേ. ശരി ചേട്ടാ. ഓ, റോയ്,
ഈ അടുത്ത കാലത്തൊന്നും എന്നോടാരും ഇങ്ങനെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം ശരിയാവുമെന്നൊക്കെ. ചിലപ്പോൾ 30-35 വർഷത്തിന് ശേഷം റോയി എന്നെ കാണാനിടയായതും എന്നോടിങ്ങനെയൊക്കെ ചോദിക്കാനും ഞാൻ എൻ്റെ വിഷമം പറയാനൊക്കെ ആയിരിക്കും. എന്തായാലും എപ്പോഴും ഇവിടെ വന്നിരുന്ന് പോകുന്നത് പോലെയല്ല ഞാൻ ഇന്ന് പോകുന്നത്. ശരി, ഞാൻ വരട്ടെ റോയി. ശരി ഏട്ടാ. ആ, ചേട്ടൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് തന്നേരെ. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. 82, 81, 530, 532. ആ ആൻ്റണി, ആ സാറേ, ഇനി വീട്ടിലേക്കാണോ അതോ മറ്റെന്തെങ്കിലും പരിപാടിയുണ്ടോ? അതെ സാറേ, ഞാൻ വീട്ടിലേക്കാ. വേറെ പ്രത്യേകിച്ചൊരു പരിപാടിയില്ല. എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അത് പോകാം സാറേ. എങ്കിൽ വാ, ഞാനേ കാർ അപ്പുറത്തിട്ടേക്കണത്. വാ. ആ എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്താ ആൻ്റണി അങ്ങനെ ചോദിച്ചത്? അല്ല, വർക്ക് സൈറ്റ് മുതൽ സാറൊന്നും പറഞ്ഞിട്ടില്ലേ? ഇപ്പതാ കാറിറങ്ങി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്കാകെ ടെൻഷനായിട്ട് പാടില്ല. ആൻ്റണിയോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഉള്ള ഞെട്ടല് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എൻ്റെ സാറേ, കടം കയറി മുടിഞ്ഞിട്ട് ജീവിക്കാൻ ഒരു മാർഗമില്ലാഞ്ഞിട്ടാ ഞാൻ ഈ ഹെൽപ്പർ പണിക്ക് വരുന്നത്. ഇവിടെ വന്നത് മുതൽ ഞാൻ ആ വർക്ക് സൈറ്റിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് തെറ്റ് ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു പാവം ജോലിക്കാരൻ, ആ ഒരു കാഴ്ചപ്പാടേ എനിക്ക് ആൻ്റണിയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ താൻ ഇത്രയ്ക്ക് ദുഷ്ടമനസ്സിനുടമയാണെന്ന് ഇന്നലെ ഞാൻ അറിഞ്ഞത്. ലാളിച്ചു വളർത്തിയ മകന് തനിക്കുള്ളതെല്ലാം തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച ഒരേ ഒരു മകനെ എഴുതി കൊടുത്തു. എന്നിട്ട് ആ മകനോ ആ പാവം മനുഷ്യനെ വൃദ്ധസദനത്തിൽ തള്ളിയ ശേഷം ഫ്ലാറ്റിൽ സകല സുഖസൗകര്യങ്ങളോടെ ഭാര്യയും മകനുമൊത്ത് കഴിയാൻ തയ്യാറെടുക്കുന്നു. താൻ മനുഷ്യനാണോ? നിറഞ്ഞ ചിരിയോടെ 10-35 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന അറിഞ്ഞപ്പം
എനിക്ക് തന്നോട് രണ്ടു പറയണമെന്ന് തോന്നി. തന്നോട് തൻ്റെ അപ്പൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടോ താൻ ഈ ക്രൂരത കാണിക്കണത്? സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. സദുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. പ്രഭാഷകൻ 40-ാം അധ്യായം 25-ാം വാക്യം. തെറ്റ് ചെയ്തത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ അപ്പനല്ല സാറേ ഈ ഞാനാ. ബിസിനസ് ചെയ്ത് പണക്കാരനാവാൻ ഉള്ളതെല്ലാം വിറ്റ് നശിപ്പിച്ചവനാ ഈ ഞാൻ. എന്നെ ജീവനുള്ളിൽ സ്നേഹിച്ച എൻ്റെ അപ്പനോട് ഞാൻ ക്രൂരത കാണിച്ചത് മാത്രം സാറ് പറയരുത്. ആന്റണി, ആന്റണി, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാവശ്യം തൻ്റെ അപ്പൻ്റെ സൈക്കിളിൽ സഞ്ചരിച്ച ഒരു പരിചയമേ എനിക്ക് തൻ്റെ അപ്പനോടുള്ളൂ. അത്രയും മാത്രം പരിചയമുള്ള എൻ്റെ അപ്പനെ സാറിന് ഇത്രയും ഇഷ്ടമായെങ്കിൽ അപ്പൻ്റെ വിഷമത്തിന് കാരണക്കാരനായ എന്നെ വഴക്ക് പറഞ്ഞെങ്കിൽ മകനായ എനിക്ക് എന്തോ ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ടാവും. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ അപ്പനെ ഞാൻ വിഷമിപ്പിക്കുമോ? പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഗതികേട് കൊണ്ട്, എൻ്റെ അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട്. ഞാൻ നല്ല നിലയാണ് ജീവിക്കണമെന്ന് അപ്പൻ കരുതിക്കൊണ്ടെന്ന് വിചാരിക്കാൻ. ബാങ്കിലെ കടം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഉള്ളത് വൃദ്ധസദനത്തിൽ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ അടുത്തൊരു കോളനിയിലെ ഒരു മുറിയും അടുക്കളയുമുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറും. എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ അപ്പൻ അറിയണ്ടോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്വന്തം അപ്പനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയോട് നിർബന്ധിച്ച് അപ്പനെ ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറാൻ പറയേണ്ടി വരുന്നതിനായി ഈ ഞാൻ. കാരണം എൻ്റെ ഈ അവസ്ഥ അപ്പന് താങ്ങാൻ പറ്റില്ല. പിന്നെ കൂടുതൽ പ്രയാസവും വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ ദേ ഇവിടെ സെമിത്തേരിയിൽ അമ്മയുടെ കുഴിമാടത്തിൽ വന്ന് കുറച്ചു നേരം നിൽക്കും. എന്താടാ എന്നോട് ക്ഷമിക്കണം. എന്താടാ മോനെ, എന്തിനാ നീ കരയുന്നത്? കരയില്ലടാ. ഹലോ വിൻസെൻ്റ് സാറേ, ഞാനാ റോയി. ഞാനിന്ന് ആ അന്നയും കൂട്ടി ബാങ്കിലേക്ക് വരാം. എന്നിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. തൽക്കാലം അതവർക്കൊരാശ്വാസമാവും. ആ ശരി സാറേ. കരയില്ലടാ. ചേട്ടാ, ആ റോഹി, 100% ഒരപ്പൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള മകൻ തന്നെയാണ് ആൻ്റണി. പിന്നെ ആൻ്റണി ഒളിച്ചു വെച്ച് പ്രകടിപ്പിക്കാനുള്ളതല്ല സ്നേഹം, എല്ലാം തുറന്നു പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രകടിപ്പിക്കാനുള്ളതാ. ചേട്ടനൊന്നും മനസ്സിലായില്ല അല്ലേ? ഇല്ല. പക്ഷേ രണ്ടുപേരും കൂടി എന്നെ കരയിപ്പിച്ചോ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO,
ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.